ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെയാണ് നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് 83-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. 8-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കാം. പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി അതിൻ്റെ മലയാള പരിഭാഷയായ ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം പാടി നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ സമർപ്പിക്കാം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഹേ വിശ്വനാഥ, ത്വയി അദ്വിതീയേ ചതുർയുഗാണാം സഹസ്രം ഏവം പ്രസുപ്തേ പുനഃ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ ത്വാം പ്രാബോധയൽ ച കില എന്നാണ്. കാലാഖ്യശക്തി, കാലമാകുന്ന ആ ശക്തിയോട് ആജ്ഞാപിച്ചു. എന്തിനാത്? പ്രളയാവസാനേ മാം പ്രബോധയ, പ്രളയത്തിൻ്റെ അവസാനത്തിൽ എന്നെ ഉണർത്തുക എന്ന് പറഞ്ഞ് അവിടുന്ന് പ്രസുപ്തം കില എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അവിടുന്ന് ഉറക്കത്തിലായി. പിന്നീട് എന്തുണ്ടായി? ഹേ വിശ്വനാഥ, ഹേ സർവേശ്വര, ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന എൻ്റെ ഗുരുവായൂരപ്പ. ഇവിടെ അവിടുന്ന്
ത്വയി അദ്വിതീയേ, കേവലനായി അദ്വിതീയമായി മറ്റൊന്നില്ലാതെ ഏകസത്യമായിരിക്കുന്ന അവിടുന്ന് ചതുർയുഗാണാം സഹസ്രം ഏവം പ്രസുപ്തേ, ഈ സന്ദർഭത്തിൽ 1000 ചതുർയുഗങ്ങൾ ഇങ്ങനെ യോഗനിദ്രയിലായുണ്ടപ്പോൾ ഒരു മനുവിൻ്റെ കാലം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മന്വന്തരം 1000 ചതുർയുഗങ്ങളാണ്. അപ്പോൾ ഇവിടെയും അതെ, ചതുർയുഗാണാം സഹസ്രം ഏവം പ്രസുപ്തേ, 1000 ചതുർയുഗങ്ങൾ മുഴുവൻ ഇങ്ങനെ പ്രസുപ്തേ യോഗനിദ്രയിലായപ്പോൾ, അവിടുന്ന് ഉറങ്ങിയപ്പോൾ, പുനഃ അതിനുശേഷം കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധാത്വം, കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ, ആദ്യം ആരുണർന്നു? ആരെയാണോ ഉണർത്തേണ്ടത് അയാൾ ഉണരുന്നതിന് മുമ്പേ അയാളെ ഉണർത്തേണ്ടുന്ന ആൾ ഉണരണം, അല്ലേ? അതേപോലെ ഇവിടെ കാലമാകുന്ന ശക്തി ആദ്യം ഉണർന്ന് ത്വാം പ്രാബോധയൽ ചാക്കില, അവിടുത്തെ ഉണർത്തുകയും ചെയ്തു എന്നാണ്. അപ്പൊ കാലശക്തിയും ഭഗവാന് ലയിച്ചു. ആ പ്രളയകാലം മുഴുവൻ ഉറങ്ങി. ആദ്യം കാലശക്തി ഉണർന്നു, ഒരു ദാസിയെപ്പോലെ, അല്ലെങ്കിൽ ആ കാലത്ത് ഭഗവാനെ വിളിച്ചുണർത്തുന്നവരെ പോലെ. ഇതേപോലെ ഭഗവത് ആജ്ഞയനുസരിച്ച് കാലം മുമ്പുണർന്നു. അതിനുശേഷം കാലസ്വരൂപിയായിരിക്കുന്ന, സാക്ഷാൽ കാലാതീതനായിരിക്കുന്ന, കാലാരിയും പൂജിക്കുന്ന ആ ഭഗവാനെ വേണ്ട പോലെ ഉണർത്തി എന്നും പറയുന്നു. ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഈ ശ്ലോകം ചൊല്ലാം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. അടുത്തതായി ശ്രീഹരിയം പരിഭാഷ ചൊല്ലുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കട്ടെ. ഈ വരുന്ന വെള്ളിയാഴ്ച 27-ാം തീയതി, അന്ന് ശ്രീരാമനവമിയാണ്. ഇതോടനുബന്ധിച്ച് ശ്രീരാമ അവതാര മഹോത്സവം അത് കൊച്ചി പാലസ് റോഡ് മഠപ്പള്ളി സമൂഹത്തിൽ, മട്ടാഞ്ചേരിയിലുള്ള പാലസ് റോഡ് മഠപ്പള്ളി മഠം സമൂഹത്തിൽ വലിയൊരു രാമനവമി മഹോത്സവം നടത്തപ്പെടുകയാണ്. ഇതോടനുബന്ധിച്ച് 25-ാം തീയതി, അതായത് നാളെ വൈകുന്നേരം 6:15 മുതലും മറ്റന്നാൾ വ്യാഴാഴ്ച വൈകുന്നേരം 6:15 മുതലും ശ്രീരാമചന്ദ്രസ്വാമിയെക്കുറിച്ച് ഒരു പ്രഭാഷണം ഈയുള്ളവൻ്റെ നടക്കുകയാണ്. രാമായണം പ്രഭാഷണം. അതിന് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ രാമനവമി ദിനമായിരിക്കുന്ന, രാമജനനം നടക്കുന്ന ആ സമയത്ത് ഉച്ചയ്ക്ക് 11:30 മുതൽ 12:20 വരെയുള്ള സമയത്ത് മറ്റൊരു പ്രഭാഷണം കൂടി നടക്കും. ദീപാരാധനയോടുകൂടി, സമാരാധനയോടുകൂടി അന്ന് സമർപ്പിക്കപ്പെടുകയും ചെയ്യും. എല്ലാ ദിവസവും വിവിധ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത് എന്നുകൂടി എല്ലാവരെയും അറിയിക്കുന്നു. രാമനവമി ദിവസമായ 27-ാം തീയതി അന്ന് വൈകുന്നേരം 6:15 ഡോക്ടർ NJ നന്ദിനി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയും ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ഇനി നമുക്ക് ശ്രീഹരിയ ഭാഷാഗാനത്തിലേക്ക്, അല്ലെങ്കിൽ നിഴൽ നാരായണീയത്തിലേക്ക് കടക്കാം. 8-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകം ഇവിടെ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. നാരായണ 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 രാധാ ഗോവിന്ദ. സർവേശ്വരാ വിടുന്നു കേവലസ്വരൂപനായി ചതുർയുഗ സഹസ്രങ്ങൾ
നിദ്രയിൽ മുങ്ങി. അനന്തരം കാലാഖ്യമാം ശക്തി മെല്ലെയുണർന്നല്ലോ. അനന്തശയനാ നിന്നെ ഉണർത്തിയല്ലോ. നാരായണ 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 രാധാഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഹരി ഓം.